സമാധാനത്തിന് വേണ്ടി അമ്പലത്തിൽ പോകുമ്പോൾ മെഡിറ്റേഷൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമോ? അറിഞ്ഞുകൂടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ആക്ച്വലി എനിക്ക് വീഡിയോ എടുത്തു തരാൻ ആരുമില്ല, ഞാൻ തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ഫോട്ടോസ് വെച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഈ മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മുടെ സമാധാനം കൂടും, നമുക്ക് സ്ട്രെസ് ലെവൽ കുറയും, നമ്മുടെ ഹാർട്ടിന് നല്ലതാണ്, നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യും. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. എങ്ങനെയാണ് മെഡിറ്റേഷൻ ചെയ്യേണ്ടതെന്ന് പലർക്കും അറിയത്തില്ല. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ മെഡിറ്റേഷൻ ചെയ്യാൻ അമ്പലത്തിൽ പോകണമെന്നോ നിർബന്ധമില്ല. ഇപ്പോൾ അമ്പലത്തിൽ പോകുമ്പോൾ അമ്പലത്തിൽ ഏതെങ്കിലും ഒരു സൈഡിൽ എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ നമ്മുടെ പൊസിഷൻ കറക്റ്റ് ആയിട്ട് നോക്കുക. നമ്മുടെ നടു നിവർത്തി വേണം ഇരിക്കാൻ, നെഞ്ച് വിരിച്ചു വെച്ച് വേണം ഇരിക്കാൻ. എന്നാലേ നമ്മുടെ ബ്രീത്തിങ്ങും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആവും. അമ്പലത്തിലാണെങ്കിൽ ഭഗവാൻ ഓപ്പോസിറ്റ് വേണം ഇരിക്കാൻ. ഓപ്പോസിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര പോസിറ്റീവ്. വീട്ടിലാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പൂജാമുറിയിലോ സമാധാനം കിട്ടുന്ന എവിടെയെങ്കിലും ഇരുന്നാൽ മതി. കണ്ണടച്ച് നമ്മുടെ കൈ രണ്ടും നമ്മുടെ മടിയിലോട്ട് വെച്ചിട്ട്, അതായത് കാലിന്റെ ആ ഭാഗത്തോട്ട് വെച്ചിട്ട് ചിൻമുദ്ര എന്ന് പറയും, അതായത് യോഗമുദ്ര, കൈ മടക്കി വെച്ചിട്ടുള്ള പൊസിഷൻ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നു. കണ്ണടച്ച് നമ്മുടെ ശ്വാസത്തിനെ മാത്രം ശ്രദ്ധിക്കുക, വേറെ ഒന്നിലോട്ടും ശ്രദ്ധ പോകരുത്. നമ്മുടെ ശ്വാസത്തിലോട്ട് മാത്രം ഡീപ് ബ്രീത്ത് എടുത്തിട്ട് നമ്മുടെ ശ്വാസത്തിലോട്ട് മാത്രം ശ്രദ്ധ കോൺസെൻട്രേറ്റ് ചെയ്ത്. ഇപ്പൊ നിങ്ങൾ ശിവക്ഷേത്രത്തിൽ വെച്ചാണ് മെഡിറ്റേഷൻ ചെയ്യുവാണെങ്കിൽ ഓം നമ ശിവായ എന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് പറഞ്ഞാൽ മതി. അതൊരു 10 മിനിറ്റോ 5 മിനിറ്റോ മാത്രം ചെയ്താൽ മതി. നിങ്ങൾക്ക് അന്നത്തെ ദിവസം ഭയങ്കര സമാധാനമായിരിക്കും. വീട്ടിൽ വെച്ചോ ബാക്കി ക്ഷേത്രങ്ങളിൽ വെച്ചോ ചെയ്യുന്നവർ ഓം നമ ശിവായ എന്ന് തന്നെ പറയണമെന്നില്ല, ഓം എന്ന് മാത്രം പറഞ്ഞിട്ട് നിങ്ങളുടെ ബ്രീത്തിങ്ങിൽ മാത്രം കോൺസെൻട്രേറ്റ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ പേജ് ഫോളോ ചെയ്തിട്ട് എനിക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മാത്രം മതി.